ബ്രാഹ്മണരാണ് ദൈവത്തിന്റെ ഏറ്റവും അടുത്തയാൾ, അവരെ പ്രസാദിപ്പിച്ചാൽ മാത്രമേ ദൈവം പ്രസാദിക്കൂ എന്നുള്ള തരത്തിലുള്ള പ്രസ്താവനകൾ പലതും സനാതന ഗ്രന്ഥങ്ങളിലൂടെ വ്യാപകമായി പ്രചരിപ്പിക്കപ്പെട്ടിട്ടുള്ള ഒന്നാണ്. ഇതൊന്നും കുറച്ചൊന്നുമല്ല സാധാരണക്കാരുടെ മനസ്സിൽ സ്വാധീനം ചെലുത്തിയിട്ടുള്ളത്. മന്ത്രങ്ങൾക്ക് അധീനനാണ് ദൈവം, ആ മന്ത്രമാകട്ടെ ബ്രാഹ്മണന് അധീനമാണ്, അതിനാൽ ബ്രാഹ്മണനാണ് ദൈവം തുടങ്ങിയ തരത്തിലുള്ള പല പ്രസ്താവനകളും ഇന്ന് നമ്മുടെ ഇടയിൽ പ്രചാരത്തിലുമുണ്ട്. എന്നാൽ ബ്രാഹ്മണനെ പൂജിച്ചാൽ ദൈവങ്ങൾ പ്രസാദിച്ചതിന് തുല്യമായി എന്നുള്ള രീതിയിലുള്ള പ്രസ്താവനകളും നമ്മൾ കേൾക്കുന്നുണ്ട്. ഇതിനെല്ലാമുള്ള തെളിവുകൾ എവിടെയാണ്? ഇതെവിടെ? ഈ കാര്യത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന ഒരു ഭാഗം താഴെ കാണുന്ന പ്രകാരമാണ്. ബ്രഹ്മവൈവർത്ത പുരാണത്തിന്റെ 1-ാം അധ്യായത്തിലെ 11-ാം ഖണ്ഡത്തിലുള്ള 15-ാമത്തെ ശ്ലോകമാണിത്. ബ്രാഹ്മണേ പരിതുഷ്ടേ ച തുഷ്ടോ നാരായണ സ്വയം നാരായണേ ച സന്തുഷ്ടേ സന്തുഷ്ടാ സർവദേവതാം. ബ്രാഹ്മണേ പരിതുഷ്ടേ ച തുഷ്ടോ നാരായണ സ്വയം നാരായണേ ച സന്തുഷ്ടേ സന്തുഷ്ടാ സർവദേവതാം. ഇതാണ് ആ ശ്ലോകം. അതിന്റെ അന്വയം ഇപ്രകാരം പറയാം: ബ്രാഹ്മണേ പരിതുഷ്ടേ ച സ്വയം നാരായണഃ തുഷ്ടഃ ഭവതി നാരായണേ സന്തുഷ്ടേ സർവദേവതാഃ സന്തുഷ്ടാഃ ച. അർത്ഥം എന്താണ് ഇതിന്റെ? ബ്രാഹ്മണേ, ബ്രാഹ്മണൻ, പരിതുഷ്ടേച, സന്തുഷ്ടനായെന്നാൽ, സ്വയം നാരായണഃ, സാക്ഷാൽ മഹാവിഷ്ണു തന്നെ സ്വയം തുഷ്ടഃ ഭവതി, സന്തുഷ്ടനായി മാറും. നാരായണേ സന്തുഷ്ടേ, ഇനി മഹാവിഷ്ണു സന്തുഷ്ടനായി തീർന്നാൽ സർവദേവതാഹ, സകല ദൈവങ്ങളും സന്തുഷ്ടാഹ ച, സന്തുഷ്ടരായി മാറും. നോക്കുക, ദൈവവിശ്വാസത്തെ മുൻനിർത്തിക്കൊണ്ട് തങ്ങളുടെ മേധാവിത്വം